ഹലോ, ഞാനിന്ന് പറയാൻ പോകുന്നത് കൃഷ്ണപ്രിയയെക്കുറിച്ചും കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണനെ കുറിച്ചുമാണ്. ആരാണ് കൃഷ്ണപ്രിയ? ആരാണ് ശങ്കരനാരായണൻ? മലപ്പുറം മഞ്ചേരി ചാരങ്കാവിലെ ശങ്കരനാരായണന്റെ ഏക മകളായിരുന്നു 13 വയസ്സുകാരി കൃഷ്ണപ്രിയ. മൂത്ത 2 ആൺമക്കൾക്ക് ശേഷം ഉണ്ടായ ആ പെൺകുഞ്ഞിനെ അത്രത്തോളം സ്നേഹിച്ചിരുന്നു പിതാവ് ശങ്കരനാരായണനും മാതാവ് ശാന്തയും. 2025 ഏപ്രിൽ 7 തിങ്കളാഴ്ച രാത്രി തന്റെ 75-ാം വയസ്സിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ശങ്കരനാരായണൻ അന്തരിച്ചു. ഈ ഒരു മരണവാർത്ത വളരെ വേദനയോടെയാണ് കേരളം ഏറ്റെടുക്കുന്നത്. കാരണം എന്താണെന്നോ? ഇനി ശങ്കരനാരായണൻ ആരാണെന്ന് നമുക്ക് നോക്കാം. ശങ്കരനാരായണന്റെ കഥയിലേക്ക് കടക്കാം. 2001 ഫെബ്രുവരിയിലാണ് 7-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ കൃഷ്ണപ്രിയയെ സ്കൂൾ വിട്ട് വരുന്നതിനിടെ മുഹമ്മദ് കോയ എന്നയാൾ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. കേസിൽ മുഹമ്മദ് കോയ അറസ്റ്റിലായി. പിന്നീട് 2002 ജാമ്യത്തിലിറങ്ങിയ സമയത്താണ് അയാൾ വെടിയേറ്റ് മരിക്കുന്നത്. വെടിവെച്ചത് ശങ്കരനാരായണനാണെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. കേസിൽ മഞ്ചേരി സെഷൻസ് കോടതി ശങ്കരനാരായണനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചുവെങ്കിലും ഹൈക്കോടതി പിന്നീട് തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുകയായിരുന്നു. കേരളം കണ്ട ഏറ്റവും ക്രൂരമായ കൊലപാതകങ്ങളിൽ ഒന്നായിരുന്നു കൃഷ്ണപ്രിയയുടേത്. മഞ്ചേരി എളങ്കൂരിൽ 7-ാം ക്ലാസ്സുകാരിയായ 13 വയസ്സ് മാത്രം പ്രായമുള്ള കൃഷ്ണപ്രിയയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലുകയായിരുന്നു. സ്കൂൾ വിട്ട് വരികയാണ് അയൽവാസിയായ 24 വയസ്സുള്ള മുഹമ്മദ് കോയ ബലാത്സംഗം ചെയ്ത ശേഷം ക്രൂരമായി കൊലപ്പെടുത്തുന്നത്. 2001 കേരളത്തെ പിടിച്ചു കുലുക്കിയ കൃഷ്ണപ്രിയ വധക്കേസിൽ പ്രതിയെ തെളിവുകൾ നിരത്തി കോടതി ശിക്ഷിച്ചു. 2002 പ്രതി ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് കൊല്ലപ്പെടുന്നത്. ഒരുപാട് കേട്ട പീഡന വാർത്തകൾ പോലെ തീരുമായിരുന്ന ഈ കേസ് അച്ഛന്റെ കയ്പ് നിറഞ്ഞ കണ്ണുനീരിൽ തീർത്ത പകയുടെ മറ്റൊരു അധ്യായത്തിലേക്കാണ് കടന്നത്. 2002 ജൂലൈ 27 മുഹമ്മദ് കോയ വെടിയേറ്റ് കൊല്ലപ്പെട്ടപ്പോൾ തെളിവുകൾ നിരന്നതോടെ മഞ്ചേരി സെഷൻസ് കോടതി മുതൽ ജില്ലാ കോടതി വരെ ശങ്കരനാരായണനെയും മറ്റു 2 പ്രതികളെയും ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചു. എന്നാൽ 2006 മെയ് മാസത്തിൽ ശങ്കരനാരായണനെ ഹൈക്കോടതി വെറുതെ വിട്ടു. മുഹമ്മദ് കോയയ്ക്ക് കൂടുതൽ ശത്രുക്കൾ ഉണ്ടാകാമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ശങ്കരനാരായണനെ വെറുതെ വിടുന്നത്. പ്രോസിക്യൂഷനോടുള്ള ഹൈക്കോടതിയുടെ നിർണായകമായ ചോദ്യമാണ് ശങ്കരനാരായണന് രക്ഷയായത്. സ്ഥിരം കുറ്റവാളിയായ മുഹമ്മദ് കോയയ്ക്ക് ശങ്കരനാരായണൻ മാത്രമായിരുന്നോ ശത്രു? അങ്ങനെ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ശങ്കരനാരായണനെ ഹൈക്കോടതി വെറുതെ വിടുകയായിരുന്നു. മകളെ പിച്ചി ചീന്തിയ കുറ്റവാളിയെ കൊന്ന കേസിലെ പ്രതി ശങ്കരനാരായണൻ കൃഷ്ണപ്രിയയുടെ ഓർമ്മകളും പേറി ജീവിച്ചു. പുറത്തിറങ്ങിയ ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം ഏവരെയും നൊമ്പരപ്പെടുത്തുന്നതായിരുന്നു. ഇന്റർവ്യൂവിനായി പല ചാനലുകാരും മറ്റും അദ്ദേഹത്തെ സമീപിക്കാറുണ്ടായിരുന്നു. കണ്ണുനീർ വാർത്തുകൊണ്ടല്ലാതെ അദ്ദേഹം മകളെക്കുറിച്ച് പറയാറില്ലായിരുന്നു. 2 ആൺമക്കൾക്ക് ശേഷം ജനിച്ച കൃഷ്ണപ്രിയയെ അമ്മ ശാന്തയേക്കാൾ സ്നേഹിച്ചിരുന്നത് അച്ഛൻ ശങ്കരനാരായണനായിരുന്നു. മകൾക്ക് തിരിച്ചു അങ്ങനെ തന്നെയായിരുന്നു. മകൾ കൊല്ലപ്പെട്ടതിൽ താൻ അനുഭവിക്കുന്ന വേദന ആ അച്ഛൻ പങ്കുവെച്ചപ്പോൾ കേരളത്തിനും അതൊരു നോവായി. മുഹമ്മദ് കോയ മരിക്കാൻ പാടില്ലായിരുന്നു. എന്നെപ്പോലെ നീറി കഴിയണമായിരുന്നു. എന്നെപ്പോലെ ജീവിതത്തിന്റെ അത്രമേൽ വേദന അയാളും അനുഭവിക്കണമെന്നായിരുന്നു ശങ്കരനാരായണൻ പറഞ്ഞിരുന്നത്. ഓരോ ദിവസവും താൻ അനുഭവിക്കുന്ന വേദന ശങ്കരനാരായണന്റെ കണ്ണുകളിൽ കാണാമായിരുന്നു. കൃഷ്ണപ്രിയ കൊല്ലപ്പെട്ടതു മുതൽ അച്ഛന്റെ മനസ്സിലെ മുറിവ് ഒരിക്കലും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മകൾ കൊല്ലപ്പെട്ടതു മുതൽ ശങ്കരനാരായണൻ താടിയും മുടിയും വളർത്താൻ തുടങ്ങി. മകൾ ഉറങ്ങിയിരുന്ന കിടക്കയിൽ മണിക്കൂറുകളോളം ഇരിക്കാറുണ്ടായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ജിഷ കൊലക്കേസിലടക്കം ഒരുപാട് സംഭവങ്ങളിൽ നീതി കിട്ടാത്തവർക്കു വേണ്ടി ഉറക്കെ സംസാരിച്ചിരുന്നു ശങ്കരനാരായണൻ. ആ അച്ഛൻ വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് ജീവിതത്തിൽ നിന്ന് വിട വാങ്ങിയെങ്കിലും നിസ്സഹരായി കൊല്ലപ്പെടുന്ന നിലവിളി മാത്രം ബാക്കിയാവുന്ന കുഞ്ഞുങ്ങളുടെ ഓർമ്മയിലെന്നും ശങ്കരനാരായണൻ എന്ന അച്ഛന്റെ പേരും കേരളീയരുടെ മനസ്സിലുണ്ടാവും. കേരളത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത സംഭവമാണ് 2001 നടന്ന കൃഷ്ണപ്രിയയുടെ മരണം. സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ മരണം ഇത്രത്തോളം കേരളമാകെ വാർത്തയാകാനും കാരണം മറ്റൊന്നുമല്ല, സമ്പന്നനോ രാഷ്ട്രീയ തലവനോ ഒന്നുമല്ലെങ്കിലും സാധാരണക്കാരനായ അദ്ദേഹം കൃഷ്ണപ്രിയ എന്ന പെൺകുട്ടിയുടെ അച്ഛനായിരുന്നു. ശങ്കരനാരായണന്റെയും ശാന്തയുടെയും പൊന്നോമന മകളും 2 ഏട്ടന്മാരുടെ കുഞ്ഞനുജത്തിയുമായിരുന്നു കൃഷ്ണപ്രിയ. സ്കൂൾ വിട്ട് വരാൻ മകൾ വൈകിയപ്പോൾ അച്ഛൻ ശങ്കരനാരായണനോടൊപ്പം നാടൊന്നാകെ കൃഷ്ണപ്രിയയെ തിരയുമ്പോൾ കൂടെ മുഹമ്മദ് കോയ ഉണ്ടായിരുന്നു. ഒടുവിൽ മുഹമ്മദ് കോയയാണ് കൊലയാളിയെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ശങ്കരനാരായണനും ആ നാടാകെയും ഞെട്ടിത്തരിച്ചുപോയി.
മുഹമ്മദ് കോയ കൊല്ലപ്പെട്ട ശേഷം ശങ്കരനാരായണൻ പോലീസ് കീഴടങ്ങിയായിരുന്നു. മതിയായ തെളിവില്ലാത്തതിനാൽ ഹൈക്കോടതി ശങ്കരനാരായണനെ വെറുതെ വിടുകയായിരുന്നു. മകൾക്ക് വേണ്ടി നീതി നടപ്പിലാക്കിയ ആ അച്ഛനെ കേരളം മുഴുവൻ സ്വാഗതം ചെയ്തു. കൃഷ്ണപ്രിയയെയും ശങ്കരനാരായണനെയും കേരളം അത്രയേറെ മനസ്സുകൊണ്ട് അംഗീകരിച്ചിരുന്നു. കൃഷ്ണപ്രിയയുടെ മരണവുമായി ബന്ധപ്പെട്ട് 2009 സെപ്റ്റംബർ 20 എം.എ. നിഷാദ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് വൈരം ഫൈറ്റ് ഫോർ ജസ്റ്റിസ്. ഇപ്പോഴും ശങ്കരനാരായണന്റെ മരണം പോലും ഒരു വേദനയായി മലയാളികൾ ഏറ്റെടുത്തു കഴിഞ്ഞതും ആ അച്ഛന്റെ കണ്ണുനീരിന്റെ വേദന കേരളത്തിന്റെ ഓരോ ജനതയും തൊട്ടറിഞ്ഞതുകൊണ്ടാണ്.